നിങ്ങളുടെ അമ്മ കുഞ്ഞുകുട്ടി തങ്കച്ചി ശരിക്കും തങ്കച്ചി തന്നെയാണോ? അല്ല, നസ്രാണിച്ചോട്ടുള്ള കൂറ് കണ്ടോണ്ട് ചോദിച്ചതാ. ഇനി അമ്മയുടെ അമ്മയോ അച്ഛനോ ക്രിസ്ത്യാനിയോ മറ്റോ ആയിരുന്നോ? അല്ലേ, നീ പുറത്തോട്ടിറങ്ങി അന്വേഷിച്ചു നോക്ക്. തീണ്ടലും തൊടിയിലും ഉള്ള കാലത്ത് പോലും കീഴ്ജാതിയാണോ മേൽജാതിയാണോ ഹിന്ദു ആണോ മുസ്ലിം ആണോ ഒന്നും നോക്കാതെ എല്ലാരെയും ഒന്നിച്ചിരുത്തി ആഹാരം കൊടുത്ത പാരമ്പര്യമായി തറവാടിനുള്ളത്. ആ, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്റെ അമ്മ എന്തും ചെയ്യും. എന്തും ചെയ്യും, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം നസ്രാണിച്ചായിരുന്നു കാല് തിരുമ്മിയും കണ്ണീര് കാണിച്ചും കൂടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ദേ അനിയത്തിപ്പെണ്ണും കുടിയറപ്പായി. ദേ നോക്ക്, നാളെ വക്കീലന്യൻ മാണിക്യമംഗലത്തെ കാർന്നോരാവും, നോക്കിയോ. ജീവൻ പോയാലും സമ്മതിക്കത്തില്ല. പിന്നെ എന്തിനാ അവളെ ഇവിടെ താമസിപ്പിച്ചോട്ടെ എന്ന് അമ്മ ചോദിച്ചപ്പോ എന്നും പറഞ്ഞ് തല വിളിക്കത്. അമ്മ ചോദിക്കുമ്പോ എന്നാ പിന്നെ അമ്മയുടെ എലി കയറി അങ്ങോട്ട് ഇരുന്നോ. താ നോക്ക്, എനിക്കും ചോദിക്കാനും പറയാനും ഒക്കെ ആളുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതെ, അപ്പം ചുമ്മാ വന്നാ അതോ പ്രത്യേകിച്ച് വല്ല ആലോചനയുണ്ടോ? ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില കുടുംബകാര്യങ്ങൾ സംസാരിക്കാനാ അച്ഛൻ വന്നത്. എന്തേ, അഭിപ്രായ വ്യത്യാസം വല്ലതും ഉണ്ടോ? യാതൊരു അഭിപ്രായ വ്യത്യാസവും നമുക്കില്ല. ശകുന്തളയ്ക്കും ശാരദയ്ക്കും ദിനേശനും വീതം വെച്ച കൂട്ടത്തിലെ എനിക്കെന്നും പറഞ്ഞ് കുറച്ച് സ്ഥലം ഞാൻ നീക്കി വെച്ചിരുന്നല്ലോ. ആ സ്ഥലം വിറ്റ് ദിനേശിന് ഒരു ബിസിനസ് തുടങ്ങി കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. അത് നല്ല കാര്യമല്ലേ? അതെ, എന്നാലും ന്യായം പറയുമ്പോ എന്റെ സ്ഥലം എന്റെ 3 മക്കൾക്കും അവകാശപ്പെട്ടതാണല്ലോ. ശാരദയോടും ഭർത്താവിനോടും ഞാൻ സംസാരിച്ചു. അച്ഛൻ ഇഷ്ടമുള്ളത് ചെയ്തോളാം അവര് പറഞ്ഞു. ഇനിയിപ്പൊ ഇവളുടെ സമ്മതം കൂടി അറിഞ്ഞിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. ശാരദയുടെ അഭിപ്രായം തന്നെയാ അച്ഛാ എനിക്കും. ദിനേശനൊരു ഗതി ഉണ്ടാകുന്നതിന് ഞാൻ എന്തിനാ എതിര് നിൽക്കുന്നേ? ഇല്ലമ്മേ? അതെ, ശകുന്തളയ്ക്ക് വേണ്ടതൊക്കെ നേരത്തെ കൊടുത്തല്ലോ. എന്നാലും ധനപാലനോടൊന്ന് ചോദിക്കാതെ. ധനേട്ടന് എതിർപ്പൊന്നും ഉണ്ടാവില്ല അച്ഛാ. ഇപ്പൊ തന്നെ ഉണ്ടല്ലോ ആവശ്യത്തിലധികം സ്ഥലം. പോരാത്തതിന് ഈ വീടും പറമ്പും വീതിക്കാതെ ഇട്ടിരിക്കല്ലേ. മൂത്ത മകനായതുകൊണ്ട് അമ്മ അറിഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഞങ്ങൾക്ക് അത് തന്നെ ധാരാളാ. ചെയ്യാനുള്ളത് എന്തായാലും നേരത്തെ ചെയ്തു തീർക്കണമെന്ന പക്ഷക്കാരനാ ഞാൻ. നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞാല് ഈ മക്കള് തമ്മിൽ തല്ലുകൂടില്ലെന്ന് ആര് കണ്ടു? നാട്ടുനടപ്പ് കുഞ്ഞൂട്ടിയമ്മയും കാണണല്ലേ. പിന്നെ കണ്ണടയുന്നതിന് മുമ്പ് ഉത്തരവാദിത്വങ്ങളൊക്കെ ചെയ്തു തീർക്കണമെന്ന് തന്നെയാ മോഹം. പക്ഷേ ദൈവം എനിക്കൊരു പേരഗ്രാവിനെ തന്നില്ലല്ലോ. അതൊക്കെ വിധി പോലെ നടക്കും. ഒരു പേരക്കുട്ടിയുടെ കുറവ് ഈ വീട്ടിലുണ്ട്, അത് സത്യ. പക്ഷേ കുഞ്ഞൂട്ടിയമ്മയുടെ പേരിലുള്ള സ്വത്ത് മക്കളുടെ ആരുടെയെങ്കിലും പേരിൽ എഴുതി കൊടുക്കുന്നതിന് അതൊരു തടസ്സമാവില്ലല്ലോ. അത് മാത്രമാ തടസ്സം. ഈ വീടും പറമ്പും എന്റെ മുത്തശ്ശൻ എനിക്ക് ഇഷ്ടദാനം തന്നതാ. മുത്തശ്ശന് കിട്ടിയത് മുത്തശ്ശന്റെ അമ്മൂമ്മയിൽ നിന്നാ. മക്കൾക്കല്ല, മക്കളുടെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ് മാണിക്യമംഗലം തറവാട്. മുത്തശ്ശന്റെ 2 ആൺമക്കളും വലിയ വരുമാനമില്ലാതെ കഷ്ടപ്പെട്ടിട്ടും അവർക്കല്ല, മകളുടെ മകളായ എന്റെ പേർക്കാണ് മുത്തശ്ശൻ ഇത് എഴുതിയത്. തലമുറകളായി തുടർന്നു പോകുന്ന കീഴ്വഴക്കം തെറ്റിക്കാൻ ഞാൻ ആളല്ല. മരണക്കിടക്കയിൽ വെച്ചും അമ്മ എന്നെ ഓർമ്മിപ്പിച്ചത് ആ ഒരു സംഗതിയാ. മരിച്ചവർക്ക് കൊടുത്ത വാക്ക് പാലിച്ചില്ലെങ്കിൽ പിന്നെ എന്റെ ആത്മാവിന് എന്ത് പുണ്യമാ കിട്ടുക? അത് ശരിയാ. പക്ഷെ ഒരു സംശയം, ഇനിയിപ്പോ മക്കൾക്കാർക്കും കുട്ടികളുണ്ടായില്ലെങ്കിൽ? ധനപാലന് പുത്രയോഗം വിധിച്ചിട്ടില്ല എന്ന് ഉറപ്പായി. ധർമ്മനെയും സത്യനെയും ഈശ്വരൻ കൈവടിയില്ലെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. അടുത്ത തലമുറയ്ക്ക് കൈമാറണമെന്നാണല്ലോ പൂർവികരുടെ നിശ്ചയം. അങ്ങനെയാണല്ലോ. എന്റെ കാലം കഴിയുന്നതിന് മുമ്പ് ധർമ്മനും സത്യനും കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ എന്റെ അനിയത്തിയുടെ പേരക്കുട്ടിയുടെ പേർക്ക് ഞാനിത് എഴുതി വെക്കും. Waste is the secret of my energy. ഉണ്ണിക്കുട്ടൻ, അമ്മുമ്മേ അനുഗ്രഹിക്കൂ, അമ്മുമ്മേ അനുഗ്രഹിക്കൂ, എന്നെ അനുഗ്രഹിക്കൂ, അമ്മുമ്മേ അനുഗ്രഹിക്കൂ. അമ്മുമ്മേ എനിക്ക് മക്കളെ. അമ്മുമ്മേ
ഉണ്ണിക്കുട്ട, മക്കളെ, എന്റെ മക്കളെ. അമ്മൂമ്മേ. ചിട്ടിക്ക് പണം. വന്നേ. എങ്ങോട്ടാ മക്കളെ രണ്ടുപേരും കൂടെ? ഞങ്ങളൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാമേ. ആ, നന്നായി. ധർമ്മന്റെ കാര്യത്തിൽ പ്രതീക്ഷയുണ്ടെന്നല്ലേ പറഞ്ഞത്? ഓ, അതെനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഹ, എന്ത് തോന്നിയാസാടാ നീ പറഞ്ഞേ? ഞങ്ങളുടെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയില്ലെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എന്നാലും ഒന്ന് കണ്ടു കളയാന്ന് വെച്ചു. ഡോക്ടറെ കാണാൻ പോകുമ്പോ എന്തിനാ ബാഗ്? അത് ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് ഉമ്മയുടെ വീട് വരെ ഒന്ന് പൊയ്ക്കോട്ടെ അമ്മേ. 2-3 ദിവസം കഴിഞ്ഞേ വരൂ. അമ്മാവനെ അമ്മായിയും കണ്ടിട്ട് ഒരുപാട് കാലായില്ലേ? ശരി, പോയിട്ട് വാ മക്കളെ. ഈശ്വരനെ നന്നായിട്ട് മനസ്സിൽ ധ്യാനിച്ചോളണം. ഗോവിന്ദനെയും ദേവികയും ഞാൻ അന്വേഷിച്ചായിട്ട് പറയണം. ശരി അമ്മേ. ആ, കേൾക്കും. കിടക്കാൻ നേരം ഒരുങ്ങുന്ന ശീലമുണ്ടല്ലേ ഉണ്ണിക്കുട്ടന്? 4th ബർത്ത്ഡേക്ക് തുടങ്ങിയ ഹാബിറ്റാ. അയ്യോ, അത് നല്ലതാ കേട്ടോ. ഉറക്കത്തിൽ എന്തെങ്കിലും സംഭവിച്ചാലും കുളിപ്പിക്കാനും ഒരുക്കാനും ഒന്നും നിൽക്കാതെ നേരെ ശ്മശാനത്തോട്ട് കെട്ടിയെടുക്കാൻ. ഏലക്കിട്ട പാലാണല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ മാണിക്യമംഗലത്തിന്റെ ഉടമയാണെന്ന് കരുതി പ്രത്യേക പരിഗണന എനിക്ക് വേണ്ട. മറ്റെല്ലാവർക്കും കൊടുക്കുന്ന പോലെ തന്നാ മതി എനിക്കും. അയ്യോ, അത് പറ്റില്ല. തെങ്ങിനും നോവിനും ആരെങ്കിലും ഒരേ തളപ്പെടുന്ന ശരിയാണോ? എന്താ സ്റ്റെല്ലയുടെ ഇഷ്ടം? 1 മിനിറ്റ്. എന്താ? സ്റ്റെല്ല ക്രിക്കറ്റ് കളിക്കാൻ അറിയാമോ? ഇല്ല. സാരമില്ല, ഞാൻ പഠിപ്പിച്ചു തരാം. പരിചയമില്ലാത്ത സ്ഥിതിക്ക് സ്റ്റെല്ല സ്റ്റമ്പിലേക്ക് ബോൾ എറിഞ്ഞു തന്നാ മതി. ക്രിക്കറ്റിൽ അതിനെ ബൗളിംഗ് എന്ന് പറയും. ഞാൻ അടിച്ചോളാം. ഈ മാണിക്യമംഗലത്തിന്റെ മുറ്റം നമുക്കൊരു ക്രിക്കറ്റ് പിച്ചാക്കാം. സ്റ്റെല്ല ആത്മാർത്ഥമായി സഹകരിക്കുകയാണെങ്കിൽ 6 കൊണ്ട് ഞാനിവിടെ നിറയ്ക്കും. അതോടെ ഈ വീട്ടിലെ കുട്ടികളില്ലാത്ത ദുഃഖം അങ്ങ് തീരുമാനിക്കല്ലേ? അതെ, അതെ, അതെ. എന്നാലേ കിടന്ന് ഉറങ്ങാൻ നോക്ക്. രാവിലെ എണീറ്റ് ബാറ്റ് ചെയ്യേണ്ടതല്ലേ? ആ, ഞാൻ വെളുപ്പിന് 5 മണിക്ക് എണീക്കും. സ്റ്റെല്ല അപ്പൊ എനിക്കില്ലേ? ഞാൻ 5 മണിക്ക് എണീറ്റാ മതിയോ? അത് പോരെ? അല്ല, ഇയാൾ ചിലപ്പോ നേരത്തെ എണീക്കേണ്ടി വരുവേ. കാരണം ഇടമാറി കിടക്കുമല്ലേ. ബാത്റൂമിൽ ബക്കറ്റിൽ ഞാൻ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ചിലപ്പോ ആ സമയത്തെങ്ങാനും പൈപ്പിൽ വെള്ളം തീർന്നു പോയാലോ. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് യോജിക്കാനാവോ? എന്താണ് അമ്മാവ? നമുക്ക് ടെസ്റ്റ് ട്യൂബ് ഒന്ന് പരീക്ഷിച്ചാലോ? ഞങ്ങളുടെ കാലത്ത് അത്തരം പരിപാടികളൊന്നുമില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ സ്ഥിതി. സത്യന്റെ കുഞ്ഞിന് രൂപവും ജീവനും കൊടുക്കാൻ ഒരിടം കണ്ടെത്തണമെന്ന് മാത്രം. പക്ഷെ അമ്മാവ, ഉമ്മയ്ക്കത് എന്താ ഉമ്മയ്ക്ക് യോജിക്കാനാവില്ലേ? അതല്ല, ഇവിടുത്തെ ഡോക്ടേഴ്സും പരിശോധിച്ചിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും തകരാറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ ഈ ടെസ്റ്റ് ട്യൂബ് വേസ്റ്റ് ആണ്. ഇതാ എല്ലാം വിശദമായിട്ട് റിപ്പോർട്ടിലുണ്ട്. എനിക്ക് ബിലീവ് ചെയ്യാൻ കഴിയുന്നില്ല. ഈശ്വരാ, എന്റെ ഗതി തന്നെ ഈ കുട്ടിക്കും വന്നല്ലോ. നീ കിടന്ന് മോങ്ങാതെ. എന്നാ നമുക്കൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്താലോ? എന്തോന്ന്? എടാ, ദത്തെടുത്താലോ എന്ന്. ഓ, എന്ന്. പക്ഷെ അതുകൊണ്ട് എന്ത് കാര്യം? എന്റെ അമ്മയുടെ പേരെ കുട്ടിയായിട്ട് വളരാൻ ദത്തനാവുമോ? എനിക്കും ഉമ്മയ്ക്കും കുട്ടികളുണ്ടാവില്ലെന്ന് തീർത്തും ബോധ്യമായാൽ അമ്മ എല്ലാ കപിൽ ദേവിന്റെ പേർക്ക് എഴുതി വെക്കും. അതാരാ? അമ്മയുടെ അനിയത്തിയുടെ മോള്, ഭവാനി ചേച്ചിയുടെ മകൻ ഉണ്ണിക്കുട്ടൻ. അവൻ അവിടെ വന്ന് കേറിയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ പഠിപ്പും വിവരവും അധികമായിട്ടാ. ഒരുത്തന്റെ കയ്യിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഒരുത്തൻ വക്കീല്. നിങ്ങൾ ലീഗലായിട്ട് നീങ്ങ്. 3 ആയിട്ട് വീതിക്കാനുള്ള തീർപ്പുണ്ടാക്ക്. ആരെ? ഉണ്ണിക്കുട്ടനെയോ? അല്ലടാ, സ്വത്ത്. ഓ, അത് ശരി. കുടിക്കുന്ന കഞ്ഞിയിൽ ഐസ് ഫ്രൂട്ട് ഇളക്കാതമ്മാവാ. അത്ര ഒരു നീക്കമുണ്ടായ പിന്നെ ഇപ്പൊ കിട്ടുന്ന സൗജന്യം കൂടി അമ്മയിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. അമ്മാവനെ അമ്മ ശരിക്കും അറിയില്ല. അമ്മ ഒന്ന് തീരുമാനിച്ചതാ. മാണിക്യമംഗലത്തെ നിയമം അല്ലാത്തൊരു നിയമമാ. മക്കളോളം വരുമോ സ്വന്തക്കാര്? ഇനി അതും ഇതും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല അമ്മായി. ഉമ്മേനെ ഒരുങ്ങാൻ നോക്ക്. 2 പേർക്ക് യാതൊരു കുഴപ്പമില്ല, പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് വീട്ടിൽ പറഞ്ഞാൽ മതി. ഓ, അവിടെ ആ ഉണ്ണിക്കുട്ടന്റെ ലീലകൾ തുടങ്ങിയോ എന്തോ.